2019 അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതിയാക്കി എന്നുള്ളത് നല്ല കാര്യം. വിശ്വാസികൾ കുറച്ച് വിശ്വസിച്ച കാര്യമാണ്. ഇത് കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നടന്നൊരു കാര്യമല്ല. അതിനകത്ത് അക്കാലത്തെ ഭരണസമിതിക്ക് ഇതിൽ പൂർണ്ണമായിട്ടും പങ്കുണ്ട്. രേഖകൾ അത് മുഴുവൻ ഇരിക്കുന്നതാണ്. പക്ഷേ അക്കാലത്ത് മുഴുവൻ പറഞ്ഞു നടന്നിരുന്നത് ഈ പത്മകുമാർ അടക്കമുള്ള ആളുകൾ ഞങ്ങളല്ല ഉത്തരവാദികൾ. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞത് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായി എന്നാണ്. ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളൊക്കെ വിശുദ്ധന്മാരാണെന്നാണ് ഇപ്പോഴത്തെ പ്രസിഡന്റും പറഞ്ഞത്. പക്ഷെ അത് അങ്ങനെയല്ല. ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് ഗുരുതരമായ വീഴ്ച വരുത്തി അതിനകത്തൊരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വിജിലൻസ് ഓഫീസർ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടെയും കൂടിയും അല്ലാതെ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല. ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് മാത്രമല്ല, ദേവസ്വം മന്ത്രി, അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഈ കാര്യത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കണം. കടകംപള്ളി സുരേന്ദ്രനും പ്രതിപട്ടികയിൽ വരേണ്ട ആളാണ്. കടകംപള്ളി സുരേന്ദ്രനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിനകം തന്നെ വ്യക്തമായതാണ്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അത്തരം തീരുമാനം എടുക്കുമെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും ഈ കേസ് എത്തണം. ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ മാത്രമേ ഭക്തജനങ്ങൾക്ക് പൂർണ്ണമായും ഈ അന്വേഷണ സമിതിയിൽ വിശ്വാസം ഉണ്ടാവൂ. ഇതിപ്പോ നേരെ ആർക്കും ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ആ കാര്യത്തിൽ വിജിലൻസ് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് തീരുമാനം എടുത്തു എന്നുള്ളത് നല്ല കാര്യം, സ്വാഗതാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ്, ധീരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ നടപടിയെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം രാഷ്ട്രീയ നേതൃത്വം കൂടി ഇതിനകത്ത് പ്രതികളാക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീനല്ല. അതുകൊണ്ട് ആ ആൾക്ക് വളരാൻ വേണ്ട എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്കും കൂടിയും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് പ്രതിപട്ടികയിൽ ഇനിയും ഉന്നതന്മാർ വരാനുണ്ട്. അവരെ കൂടി പ്രതിയാക്കിക്കൊണ്ട് മാത്രമേ ഇത് പൂർണ്ണമാവാൻ പാടുള്ളൂ. അതുതന്നെയാണ്. ഇതിലിപ്പോൾ ഒരു സ്പോൺസർ മാത്രം കരുതിയാൽ ഇത്തരത്തിലുള്ളൊരു മോഷണം നടക്കില്ല എന്നുള്ള കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്. അതിപ്പോൾ ഒരു നടപടിയൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെതിരെയൊക്കെ നടപടിയെടുത്തത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിലൊക്കെ അവസാനിക്കുമോ? ഇതിപ്പോൾ പ്രതിപട്ടികയിലുണ്ട്, അന്വേഷണം തുടരുന്നുണ്ട്, ചോദ്യം ചെയ്യലിലേക്കൊക്കെ കടക്കുമായിരിക്കും. പക്ഷെ ഇവരുടെ ഒരു യഥാർത്ഥമായൊരു പങ്ക്, പ്രത്യേകിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയൊക്കെയുള്ളൊരു പങ്ക്, അത് എത്രത്തോളം ഇപ്പോൾ തെളിയാൻ സാധ്യതയുണ്ട്? ഈ പത്മകുമാറൊക്കെ ഇന്ന് പ്രതികരിക്കുമ്പോൾ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്, അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവർക്ക് ആദ്യ സമയം മുതൽ തന്നെ പത്മകുമാർ ഇക്കാര്യത്തിൽ പ്രതികരിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതിൽ നിന്നെല്ലാം ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് എത്തുമ്പോൾ ഇതിലൊരു അന്വേഷണം അത് കൃത്യമായി തന്നെ പോകാനുള്ളൊരു സാധ്യത അത് നമുക്ക് കരുതാൻ കഴിയുമോ? ഈ അഴിമതി കേസുകളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അത് എന്ന് വെച്ചാൽ അഴിമതി നടത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തെളിവുകൾ നിരത്തുക, കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സത്യത്തില്. അപ്പൊ നോക്കൂ, നമ്മുടെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ അഴിമതിയുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരൊറ്റ രാഷ്ട്രീയ നേതാവേ ഉള്ളൂ, അത് ബാലകൃഷ്ണപിള്ളയാണ്. അതല്ല എന്നാൽ അഴിമതി നടക്കാത്തതാണോ എന്നാണോ നമ്മൾ വിചാരിക്കുക? എല്ലാം വിശുദ്ധന്മാരായിരുന്നു, എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഭരിച്ചവരാണ് ഇവരൊക്കെ. ഈ വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയ കേസുകളൊക്കെ ഫേക്ക് കേസുകളായിരുന്നു എന്നാണോ? അല്ല. ഈ അഴിമതി കേസുകളിൽ ഒക്കെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള തെളിവുകൾ കണ്ടെത്തി സമർത്ഥിക്കുക, അത് തെളിയിക്കുക എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക്. അത് മാത്രമല്ല, പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാരാണ് അതിൽ പ്രതികളായിട്ട് വരിക. അപ്പൊ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി പലപ്പോഴും പ്രതികളെ രക്ഷിക്കുന്ന ഒരു സമീപനം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇവിടെയും ബാധകമാണ്. ഇവിടെ അതുകൊണ്ടാണ് CBI അന്വേഷണം വേണം എന്ന് പറയുന്നത്. ഇപ്പോ അഴിമതി കേസിൽ ശക്തമായിട്ടുള്ള അന്വേഷണത്തിന് CBIയുടെയും EDയുടെയും ഒക്കെ സഹായത്തോടു കൂടിയിട്ടുള്ള ഒരു അന്വേഷണം മാത്രം ആണ് യഥാർത്ഥത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഇവർ ഈ രക്ഷപ്പെടാനുള്ള എല്ലാ ലൂപ്പ് ഹോളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറഞ്ഞു നിൽക്കാനുള്ള ഒരു വകുപ്പുണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്താ പറയുന്നത്? ദേവസ്വം ബോർഡിന്റെ മകസത്തിൽ തന്നെ ഇത് കോപ്പർ പ്ലേറ്റ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ കൊണ്ടുപോയത് കോപ്പർ പ്ലേറ്റ്സ് ആണ്. ദേവസ്വം ബോർഡ് തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് കോപ്പർ പ്ലേറ്റ്സ് ആണ്. പിന്നെ ഞാൻ സ്വർണം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ഈ ഒരു വാദം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോടതിയിൽ നടത്താമല്ലോ. ഇപ്പോ അന്വേഷണ ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ ഇവരെയൊക്കെ കുറ്റക്കാരായിട്ട് കൊടുക്കും, ശരിയാണ്. പക്ഷേ ചാർജ് ഷീറ്റിൽ ട്രയലിൽ വരുമ്പോഴോ, ട്രയലിൽ ഇതിന് തെളിവുകളും രേഖകളും അടിസ്ഥാനത്തിൽ വാദിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറഞ്ഞു നിൽക്കാനും രക്ഷപ്പെടാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. മുരാരി ബാബുവിനൊത്ത് പറഞ്ഞു നിൽക്കാനും രക്ഷപ്പെടാനുള്ള സ്കോപ്പുണ്ട്. ഇവരൊക്കെ രക്ഷപ്പെടും എന്നുള്ള കോൺഫിഡൻസ് ആണ് ഇവരുടെ മുഖത്ത്. ആ കോൺഫിഡൻസ് ആണ് ഈ പത്മകുമാറിന്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ നെഞ്ചുവിരിച്ച് ഇവിടെ നിൽക്കുകയല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല, ഈ അഴിമതി എത്ര നടത്തിയാലും ഒരു ശിക്ഷയും ആർക്കും കിട്ടിയ ചരിത്രമില്ല, ആകെ ബാലകൃഷ്ണന്റെ ചരിത്രം ഒഴിച്ച് എന്ന ഒരു ആ ധൈര്യം ആണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കുള്ളത്.
അതുകൊണ്ട് തന്നെ ഈ കേസിൽ ചാർജ് ഷീറ്റിൽ പ്രതിപട്ടികയിൽപ്പെടാം. പക്ഷേ അവരൊക്കെ ശിക്ഷിക്കപ്പെടണമെങ്കിൽ ധീരമായ ചില നടപടികളും അന്വേഷണം കുറച്ചു ശക്തമായിട്ടുള്ള രീതിയിൽ അതിന് തെളിവുകളും നമുക്ക് ഹാജരാക്കേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് ഈ അന്വേഷണ സംഘം പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.